നാടിറങ്ങുന്ന കാട്ടുനീതി. അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി. മൃഗങ്ങളായാലും മനുഷ്യനായാലും ജീവിക്കാനുള്ള ഭക്ഷണത്തിനു കൂടി വേണ്ടിയാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വന്യജീവികൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒപ്പം കർഷകരും. കഴിഞ്ഞ കുറച്ചു കാലത്തായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വിളവിറക്കുന്ന കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ വിളയാട്ടം കാരണം പൊറുതിമുട്ടുന്നത് ഒരു പറ്റം മനുഷ്യജീവനുകളാണ്. എന്നിട്ടും അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? സ്വീകരിച്ച നടപടികൾ എത്രമാത്രം ഗുണപരമാണ്? ഇത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുക എത്ര വരെ നൽകുന്നുണ്ട്? അത് കൃഷി തുടങ്ങാൻ ഉപയോഗിച്ച തുകയുടെ അത്ര പോലും ലഭ്യമാകുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. ഇത്തരം കൃഷിനാശം സംഭവിക്കുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ നഷ്ടം സംഭവിച്ച് കടത്തിന്മേൽ കടമായി നിൽക്കുന്ന കർഷകരെ സംരക്ഷിക്കാൻ ആരും തന്നെ ഇല്ല എന്നത് വസ്തുതയാണ്. നാടിറങ്ങുന്ന കാട്ടുനീതിയിൽ ഇന്നും സുൽത്താൻ ബത്തേരി കല്ലുമുക്ക് പ്രദേശവാസികളുടെ പ്രതിഷേധ സ്വരങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടുത്ത വന്യജീവി ആക്രമണത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഇവരുടെ വാക്കുകളിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈകുന്നേരം ഭയങ്കര ആനശല്യമൊക്കെയാണ്. ട്യൂഷനൊക്കെ പോയി വരുമ്പോൾ വീട്ടിൽ കയറാനൊക്കെ പേടിയാണ്. പിന്നെ അങ്ങനെ കളിക്കാനൊന്നും വിടുന്നില്ല. ഭയങ്കര ആനശല്യമാണ്. കൂട്ടുകാരന്മാരെ എന്താ പറയുക, ആന ഓടിച്ചു. അവനെ പായത്തിന് രക്ഷപ്പെട്ടെ. ഭയങ്കര ശല്യമാണ്. കളിക്കാനൊന്നും അവനെ വിടാറില്ല. വീട്ടിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. സ്വത്തിനും ജീവനും അധികാരികൾ സംരക്ഷണം നൽകണം, ശക്തമായ സംരക്ഷണം നൽകണം എന്നാണ് പറയാനുള്ളത്. വീട്ടിൽ കൃഷിയാണ്. അന്നൊരു വട്ടമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ആൾക്കാർക്കും കൃഷിയുണ്ട്. അവർക്കും നല്ലൊരു സംരക്ഷണം കൊടുക്കണം. എൻ്റെ പേര് ഷിനു. നമ്മുടെ കൃഷിയൊക്കെ തന്നെയാണ്. എന്നും മാന വന്ന് ഭയങ്കര ശല്യമാണ്. ആന, മാന് എന്നും വീടിന് മുറ്റത്ത് തന്നെ വന്നിട്ടുള്ള ഇതാണ്. ചക്ക, മാങ്ങയൊക്കെ കുലുക്കുക. ജീവിതം വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാനായിട്ടും പന്നിയായിട്ടും വളരെ ദിവസം എന്ന് പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. ഏത് രീതിയിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? പ്രതിരോധിക്കാൻ നല്ല ഫെൻസിങ്, നല്ല തോക്ക് ഫെൻസിങ് ഒക്കെ ഇട്ട് കിടക്കാൻ, നല്ല ട്രെഞ്ചൊക്കെ നല്ല വീതി കൂട്ടി നല്ല ഇതിൽ ചെയ്താലായിരിക്കും അതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അധികാരികൾ, ഉദ്യോഗസ്ഥർ ഏത് രീതിയിലാണ് നിങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത്? അവർ ചെയ്യുമ്പോഴേ വാച്ചർമാരുണ്ട് നോക്കാന്നൊക്കെ പറയാമെന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും അവർ അതിനുള്ള അനുകൂലമായിട്ടുള്ള ഇത് ചെയ്യുന്നില്ല. സന്ധ്യയായാൽ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. ആനയും മയിലും കാട്ടുപന്നിയും കുരങ്ങുമടക്കം കൃഷിയിടങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുമ്പോൾ ഇനി മുന്നോട്ടെന്ത് ചെയ്യും എന്ന ചോദ്യമാണ് കല്ലുമുക്ക് നിവാസികളുടെ മുന്നിലുള്ളത്. എൻ്റെ പേര് രഞ്ജു. ഇവിടെ കല്ലുമുക്ക് തന്നെയാണ്. നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൃഷിപരമായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞല്ലോ. നമ്മളെപ്പോലുള്ള ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. നമ്മുടെ കൂട്ടുകാരെയും ഒന്ന് കണ്ട് സംസാരിക്കാനും പറ്റും. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല. അഥവാ ഉണ്ടാണെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കരമായ പേടിയോടുകൂടിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഏത് സമയത്തും ആനയുടെ ആക്രമണം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ അവൻ്റെ +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ക്ലാസ്സും കഴിഞ്ഞ് വന്നതാണ്. വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നും അവനെ ആന ആക്രമിക്കുക ചെയ്യുന്നുണ്ടായത്. അപ്പം അങ്ങനെ ഒരു സ്ഥിതി ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ തന്നെ കഴിവതും ഇരുട്ടാവുന്നതിന് മുന്നും വീട് പിടിക്കാനാണ് നമ്മൾ നോക്കാറ്. ഈ അധികാരികൾ, ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ഈ ആവശ്യങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിക്കാറുണ്ടോ? വർഷങ്ങളായിട്ട് ഉദ്യോഗസ്ഥരിവിടെ വന്ന് ചെറിയൊരു മീറ്റിങ്ങൊക്കെ കൂടി പോകാറുണ്ട്. അവർക്ക് എപ്പോഴും പറയാനുള്ളത് അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. നമുക്ക് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ ആ ഒരു രീതിയിൽ തന്നെ അവർ സംസാരിക്കുന്നത്. ഒരു 2-3 വർഷത്തെ ഒരു യോഗങ്ങൾക്ക് ഞാനും പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഒരു യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞു വരുന്ന റിപ്പീറ്റേഷൻ മാത്രമാണ് അവരുടെ ആൻസേഴ്സ്. അതായത് നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്, അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. കൃത്യമായ പരിഹാരങ്ങളോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാറില്ല. അഥവാ നമ്മൾ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രാവർത്തികമാക്കാൻ അവരുടേതായ പരിമിതികളുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു തലമുറ, യുവതലമുറയ്ക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇടയിലുള്ളൊരു സംസാരം ഉണ്ടാവുമല്ലോ? ഞാനതാണ് പറഞ്ഞത്, യുവതലമുറയുടെ. അതായത് നമുക്കിപ്പോൾ ഒന്നുകിൽ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകാം, കളിയില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമൊത്തൊന്ന് സംസാരിക്കാനുള്ള ഒരു ഇടമുണ്ട്.
അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പോകാൻ നമുക്കിപ്പോൾ ഭയമാണ്. കാരണം നമ്മുടെ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 6 മണി 6:30 ആവും. അതിനുശേഷം ആ ഒരു ഇരുട്ടാവുന്ന സമയത്താണ് നമ്മളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുക. പക്ഷേ ആ ഒരു സമയത്താണ് ഇപ്പോൾ ആനകളും ഒക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പേടിയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളും അധികൃതർ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് കാരണങ്ങളല്ല, സുസ്ഥിരമായ പരിഹാര മാർഗങ്ങളാണ്. അവരുടെ അഭിപ്രായത്തിൽ ഇത് മനുഷ്യ വന്യജീവി സംഘർഷമല്ല, മറിച്ച് വന്യജീവി ആക്രമണമാണ്. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾക്കായി കോടിക്കണക്കിന് തുകയാണ് വർഷം തോറും വനംവകുപ്പ് ചെലവഴിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഉദ്ദേശിച്ച ഫലം നൽകുന്നില്ലെന്നാണ് ഈ നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നത്. എൻ്റെ പേര് അലക്സ് എന്നാണ്. ഞാനിവിടെ 30 വർഷത്തിന് മേലെയായിട്ട് ജീവിക്കുന്നയാളാണ്. കല്ലൂർ കല്ലുമുക്ക് സുൽത്താൻ ബത്തേരിയിൽ. അപ്പോൾ 30 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ താമസിക്കുന്നയാളാണ്. ഇവിടെ ഈ വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഒരു 10-15 വർഷമായിട്ടാണ് നമുക്ക് ഉണ്ടാവാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങളൊക്കെ കാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കുകയും പിള്ളേരായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കാട്ടിൽ കയറി പോലും അങ്ങനെ മാങ്ങ പറിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഒരു ലാസ്റ്റ് 10-15 വർഷമായിട്ടാണ് നമുക്ക് ഈ ശല്യം ഭയങ്കരമായി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. പകൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറമ്പിൽ ആനയുണ്ടാവും, പിന്നെ പന്നിയുണ്ടാവും, മാനുണ്ടാവും. നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ പറമ്പിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇതെല്ലാം പട്ടയമുള്ള നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. അവിടെ പോലും നമുക്ക് പോകാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര പോലും, ഇത് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് സെക്കൻഡറി. നമുക്ക് കല്ലൂരിൽ നിന്ന് വാഹനത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴും ആനയാണോ പന്നിയാണോ എന്താ വട്ടം ചാടുക അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ റീസെൻ്റ്ലി ഒരാളുടെ നിർത്തിയിട്ട് കാറ് വന്ന് ആന കൊമ്പുകൊണ്ട് അതിൻ്റെ പുറകിലൊക്കെ കുത്തി നശിപ്പിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് പോയി. പക്ഷേ അതിന് പുള്ളിക്കാരൻ നഷ്ടപരിഹാരം കാര്യങ്ങൾ അങ്ങനെ നോക്കി പോകുമ്പോൾ പുള്ളിക്കാരൻ അതും കിട്ടുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നയാളാണ്. പുള്ളീൻ്റെ അഡ്രസ്സ് മൊത്തം വേറെ സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഡോക്യുമെൻറ്റ് മിസ്മാച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇവിടെ നിൽക്കുന്ന ഈ ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ ഇവർക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം ഇവർക്കൊരു റോളും ഇല്ല. ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് മേലെ എന്നുള്ള പെർമിഷൻ വേണം. മേലെ നിന്നുള്ള പെർമിഷൻ വന്നെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിലും നമ്മുടെ DFO അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഇടപെട്ടിട്ട് വേണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ളൊരു നടപടി നമുക്കുണ്ടാവുന്നില്ല. അത് നമ്മൾ ട്രെഞ്ചിൻ്റെ കാര്യമായിക്കോട്ടെ, ഫെൻസിങ്ങിൻ്റെ കാര്യമായിക്കോട്ടെ, ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യില്ല. ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെ പറമ്പിൽ കയറി 2 തെങ്ങ് കളഞ്ഞാൽ ഈ 2 തെങ്ങിനുള്ള നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഞാനൊരു 2 ആഴ്ച ഓടി നടക്കണം. അതിനൊരു 5-8 ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കണം. ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം വെറും തുച്ഛമാണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമില്ല. ഇങ്ങനെ നടക്കാത്തതുകൊണ്ട്, ആൾക്കാർ നടക്കാത്തതുകൊണ്ട് ഈ ഇൻസിഡൻസ് മേലേക്ക് റിപ്പോർട്ടാവില്ല, ഡോക്യുമെൻറ്റ്സിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് വെച്ച് അല്ലെങ്കിൽ നമ്മൾ സോഴ്സസ് വഴി അറിഞ്ഞത് വെച്ച് ഈ DFO അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവർ പറയും ഇവിടെ ഇൻസിഡൻസ് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ, റെക്കോർഡിക്കലി ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇവിടെ ആൾക്കാർ ആനയുടെ മുമ്പിൽ പെടുന്നു, ആന ആൾക്കാർ ഓടിക്കുന്നു, നമ്മുടെ തെങ്ങ് കളയുന്നു, വാഴ കളയുന്നു, ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ട്രാക്ക് ചെയ്ത് മര്യാദയ്ക്കുള്ളൊരു ഫോറത്തിലൂടെ ഇത് നടക്കുന്നില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇത്തരം സംഘർഷങ്ങൾ മനുഷ്യരെയും വന്യജീവികളെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് മാത്രമല്ല, പലപ്പോഴും മൃഗസ്നേഹികളും കർഷകരും വനംവകുപ്പും സാധാരണക്കാരും ഭരണകൂടവും തമ്മിലുള്ള സംഘർഷത്തിലേക്കും നയിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വയനാട് കണ്ടുകൊണ്ടിരിക്കുന്നതും ഇക്കാര്യം തന്നെയാണ്. കേരളത്തിൽ സംഘർഷമുണ്ടാക്കുന്ന വന്യജീവികളിൽ പ്രമുഖർ കാട്ടാന, കടുവ, പുലി, കുരങ്ങ്, കാട്ടുപന്നി, കാട്ടുപോത്ത്, മുള്ളംപന്നി, മാൻ, മയിൽ എന്നിവയാണ്. കേരളത്തിലെ വനമേഖലയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലധികം വന്യജീവികളുണ്ടെന്നും അവയുടെ പെരുപ്പത്തെ നിയന്ത്രിക്കുകയല്ലാതെ മറ്റു പരിഹാരമാർഗങ്ങളില്ലെന്നും കർഷകർ വാദിക്കുന്നു. ഈയൊരു നിർദ്ദേശം പുച്ഛിച്ചു തള്ളാതെ ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും സംഘർഷത്തിനു പകരം മനുഷ്യ വന്യജീവി സഹവർത്തിത്വത്തിനുള്ള സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെ മാത്രമേ മനുഷ്യ വന്യജീവി സംഘർഷം ദൂരീകരിക്കാൻ കഴിയൂ. സംഘർഷം കുറയ്ക്കുന്നതിനും ഒഴിവാക്കുന്നതിനുമായി വ്യത്യസ്ത സമീപനങ്ങൾ വേണ്ടിവരും. മനുഷ്യരുമായി കലഹിക്കുന്ന മൃഗങ്ങളെ തന്ത്രപരമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ വന്യജീവി സംഘർഷ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, അത് കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പ്രായോഗികവും സംയോജിതവുമായ സമീപനം ആവശ്യമാണ്. കൃഷിയിടങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. തീറ്റ, വെള്ളം എന്നിവ കാടിനുള്ളിൽ തന്നെ ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യമുണ്ടാകണം. അതോടൊപ്പം പ്രതിരോധ നടപടികൾ സൃഷ്ടിക്കുക എന്നതും വളരെ പ്രധാനമാണ്.
വന്യജീവി ആക്രമണത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന സുൽത്താൻ ബത്തേരി കല്ലുമുക്ക് പ്രദേശവാസികളുടെ പ്രതിഷേധ സ്വരങ്ങളുമായി പ്രക്ഷേപണം ചെയ്ത നാടിറങ്ങുന്ന കാട്ടുനീതിയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം അജിൽ സാബു, ഭാഗ്യലക്ഷ്മി. നാടിറങ്ങുന്ന കാട്ടുനീതി. അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റുലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി.